നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ജീവിതം അടിമുടി തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്ത ഭീതിയിൽ നിന്ന് മോചിതരായിട്ടില്ല വയനാട് ജനത. ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ദുരന്തമായിരുന്നു വയനാട് ജനതയ്ക്ക് മേൽ വന്നു വീണത്. ഇന്നിപ്പോൾ രാവിലെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനമുണ്ടായി. ഭൂകമ്പമാണോ ഭൂചലനമാണോ വീണ്ടും ഉരുൾപൊട്ടാനുള്ള മുന്നറിയിപ്പാണോ? ഭീതി പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല. വൈത്തിരി, ബത്തേരി താലൂക്കുകളിലെ പൊഴുതന, അച്ചൂരാൻ, അമ്പലവയൽ, നെന്മേനിയിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലാപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇടിവെട്ടുന്നത് പോലെ ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നത്. ഇത് ഭൂചലനമല്ലെന്ന് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയ ശബ്ദങ്ങൾ പോലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഈ നാട്ടുകാർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, നമസ്കാരം. ഇപ്പോൾ വീണ്ടും വയനാട്ടിലേക്ക് ഭീതി പരത്തുന്ന രീതിയിലേക്ക് ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു. എന്തായാലും അത് ഭൂചലനമൊന്നും അല്ല എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. പക്ഷേ എന്നാലും ആ ജനതയ്ക്ക്, ഒരു വലിയ ഭീതിയിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ചെറിയ ഇത്തരം ഇതുപോലും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആ ജനതയുടെ അവസ്ഥ വല്ലാത്ത ഒന്നാണ്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അവിടെ ഇനിയും ഒരു 111 പേര് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ചാനലിലൂടെ കണ്ടു. മാത്രമല്ല, ഇനിയൊരു ദുരന്തം വയനാടിന് എന്നുള്ള മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും താങ്ങാൻ പറ്റൂല. കാരണം അത്രക്കും ഭയാനകമായതായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. അപ്പോ നമ്മള് ഇപ്പൊ അത് അത്രയും ഭീതിയിലാണ് അവരെല്ലാരും നിൽക്കുന്നത്. പല സ്ഥലങ്ങളിലും ആയിട്ട് ഇപ്പൊ ഉണ്ട് എന്നുള്ളത്. നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് മനുഷ്യർക്ക് കഴിയാവുന്ന എല്ലാ പ്രതിവിധികളും നമ്മൾ നോക്കുക, ഒരുമിച്ച് ഇപ്പൊ നടത്തിയ മാതിരി. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ശേഷിയില്ല താങ്ങാൻ. അവിടെ മരിച്ച ആൾക്കുള്ള എല്ലാ ആദരാജ്ഞങ്ങളും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, വയനാട്ടിലെ ജനത ഒന്നാമത് ഭീതിയിൽ നിൽക്കുകയാണ്. അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന്, ആ മാനസികമായ അതിന്റെ ആഘാതത്തിൽ നിന്ന് അവർ ഇപ്പോഴും പുറത്തു വരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തന്നെ വിങ്ങിപ്പൊട്ടുന്നെങ്കിൽ അവരുടെ മനസ്സിന്റെ അവസ്ഥ എത്രത്തോളം ഭീതിതമായിരിക്കും എന്ന് ഓർക്കണം. അവിടേക്കാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു പ്രകമ്പനം വന്നിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് നമ്മൾ പറയേണ്ടത്, നമ്മുടെ എക്സ്പെർട്ട് എന്നല്ലെങ്കിൽ ഒരു കാലത്ത് ഈ കേരളത്തിന്റെ കരിങ്കൽ കോളന്റെ ഈ ഹെഡ് ഓഫീസ് ആയിരുന്നു. ഏതാ ഈ അമ്പലവയല്, മേപ്പാടി അതുവരെയാണ്. അതിന്റെ ആ ഭാഗമായിട്ടുണ്ടായ ഭൂമിക്കുണ്ടായ ക്ഷതമാണ്. അതിപ്പോ പല തരത്തിലും കർത്തങ്ങൾ ഉണ്ടായിട്ട് മണ്ണ് ഈ വെള്ളം അടിയിലേക്ക് ഇറങ്ങും കേൾക്കുന്ന ഒച്ചയായിട്ട് ഇത് കുറച്ച് ഗുരുതരമായ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ നോക്കോ, ഇപ്പോ നമ്മളിപ്പോ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ അധികാരികൾ പറയും നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തി നടക്കണ്ടേ, കരിങ്കൽ പൊട്ടിക്കാട്ട് പറ്റുമോ, ഉടനെ ഇനി ഇപ്പൊ അടുത്ത് തന്നെ പൊട്ടിക്കും. ഇത് ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറപ്പായി അധികാര വർഗങ്ങൾ. കാരണം ഈ പാവപ്പെട്ട ഈ മനുഷ്യർ പടഞ്ഞു. ശരിയാണ്, താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നിർമ്മാണം വേണ്ടേ, പാറ പൊട്ടിക്കണ്ടേ, കൂടുതൽ ഖനനം നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് വരും. അതെല്ലാം ശരിയാണ്. പലപ്പോഴും ഈ ദുരന്ത സമയത്ത് മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ പഴയപടി ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശീലം കൂടി. നമുക്ക് പയ്യോളിയിൽ നിന്നും ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജൻ, വയനാട്ടിലെ ജനത ഒന്നാമത് ഭയന്ന് നിൽക്കുകയാണ്. അവരിപ്പോഴും മാനസികമായി അവർക്ക് ഒരു സമനില വീണ്ടെടുക്കാൻ തന്നെ ഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്രത്തോളം ഭീതിതമായിരുന്നു അവർ നേരിടേണ്ടി വന്ന ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയുമെല്ലാം. അവിടേക്കാണ് ഇപ്പോൾ ഒരു പ്രകമ്പനം. അത് ഭൂചലനമല്ല എന്നറിയുന്നതിൽ വലിയ സന്തോഷവും ആശ്വാസവും എല്ലാം എല്ലാവർക്കുമുണ്ട്, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനതയ്ക്ക്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം സാറേ, നമ്മളെ ഭൂമിന്റെ സന്തുലിതാവസ്ഥ വരെ പഠിക്കാൻ പറ്റാത്ത ഗവൺമെന്റും കള്ളത്തരം പറയുന്ന മുഖ്യമന്ത്രിയും നാട്ടിനെ സേവിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കള്ളന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തോളം നമുക്ക് ഭൂമിയിൽ പാവങ്ങൾക്ക് ഒരു ഇതും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ത് കള്ളം പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രി പറയുന്നതെല്ലാം കള്ളം തന്നെയല്ലേ സാറേ? താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? സാറേ, എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നു പൈസ കൊടുക്കുന്നില്ല, എല്ലാവർക്കും കൊടുക്കുന്നു. ഭാര്യക്ക് ഒരു പാർട്ടിക്കാർക്ക് കൊടുക്കുന്നു. CMDRF പ്രവർത്തനമൊക്കെ അതിന്റെ ഓഡിറ്റബിളും അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നതൊക്കെ അല്ലേ?
അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ? ഏത് പഞ്ചായത്ത് എത്രയാക്കി എങ്ങനെ കൊടുക്കുന്നുള്ള ഒരു കണക്കുണ്ട്. ഇവർ കുറെ പൈസ ഉണ്ടാക്കുന്നു, കുറെ പൈസ അങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കണക്കല്ലാണ്ട് ഇത് ആർക്ക് കൊടുത്ത് അവകാശപ്പെട്ടവനല്ലേ കൊടുക്കേണ്ടത് സാർ? ശരി, ഓക്കെ. താങ്കളുടെ സംശയം അത് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും അത് താങ്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇതിനെക്കുറിച്ച് ഓരോരോ അഭിപ്രായങ്ങളാവും ഉണ്ടാവും. താങ്കളുടെ അഭിപ്രായം പറയാനും താങ്കൾക്ക് അവകാശമുണ്ട്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിക്രമനാണ്. ശ്രീ വിക്രമൻ, വയനാടില് ഒന്നാമത് ഭീതിയിൽ നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോൾ സാധാരണ ഇതിൽ ആളുകൾ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കുമെന്നൊക്കെ പറയുന്ന പോലെ പ്രകമ്പനമാണ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷേ പ്രകമ്പനമാണോ ഇല്ലയോ എന്നൊന്നും ആ സമയത്ത് തിരിച്ചറിയാൻ യാതൊരു നിർവാഹവുമില്ല. അത്രത്തോളം ഭീതിയിൽ നിൽക്കുന്ന ജനതയെ സംബന്ധിച്ച് പെട്ടെന്ന് വീണ്ടും ഭൂമി കുലുങ്ങാൻ പോവുകയാണോ, വീണ്ടും ഉരുൾ പൊട്ടാൻ പോവുകയാണോ എന്നൊക്കെ ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മാനസിക ആഘാതം തന്നെ എത്രത്തോളം വലുതായിരിക്കും താങ്കൾക്ക് പറയാം? താങ്കൾ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം. ശ്രീ വിക്രമൻ നായർ, TV മ്യൂട്ട് ചെയ്യുക ആദ്യം. ഹലോ ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ്. ശരി, അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ പൊതുവേദി? വിഷയം വളരെ ഭീതിജനകമായ ഒരു സ്ത്രീവിശേഷമാണ്. പൊതുവേദി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ താങ്കൾ? പൊതുവേദി കാണാറുണ്ട്. ഞാൻ ഇതിനു മുമ്പിൽ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. ഓക്കെ, എല്ലാ ദിവസവും ട്രൈ ചെയ്യുക, അപ്പോൾ കിട്ടും. ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്നതുകൊണ്ട് കിട്ടാത്തതാണ്. കുഴപ്പമില്ല. അതെ സാറേ, വളരെയധികം വിഷമത്തോടു കൂടി വീണ്ടും ഈ ദുരന്തം ഒരു ഡിസാസ്റ്റർ ഈസ് ഫസ്റ്റ് ബട്ട് നോട്ട് ലാസ്റ്റ് എന്ന് പറയുന്ന പോലെയല്ലേ സാറേ? വീണ്ടും ഒരു ഭീതിജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സാറേ. നമ്മുടെ ശരി, താങ്കളെ TV ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീ വിക്രമൻ നായർ, TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം താങ്കൾ പൊതുവേദിയിൽ സംസാരിക്കാൻ. TVയുടെ പുറത്തേക്ക് വരുന്ന ശബ്ദവും നമ്മുടെ ഫോണിലെ ലൈവും തമ്മിൽ ഏതാനും സെക്കൻഡുകളുടെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇനിയെങ്കിലും താങ്കൾ ശ്രദ്ധിക്കുക. ഇനിയും തുടർന്ന ദിവസങ്ങളിലും വിളിക്കുക. ശ്രീ സുധാകരനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ സുധാകരൻ, താങ്കൾക്ക് പറയാം. ശ്രീ സുധാകരൻ, കേൾക്കാമോ? ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഒന്നാമത് അവർ ഭീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അതിൽ നിന്ന് ആലോചിക്കുന്നതോറും നമ്മുടെ മനസ്സിൽ ഭീതി ഏറുന്നതല്ലാതെ ഉറ്റവരെ മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥ. ജനിച്ച നാൾ മുതൽ കണ്ട വീട്, അല്ലെങ്കിൽ അവിടെ പടുത്തുയർത്തിയ വീടോ അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം അത് എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്കൊക്കെയാണ് ചിലരുടെ വീട്. ആ വീട് നിന്ന സ്ഥലം പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ തകർന്നു പോയവരും ഒക്കെയുണ്ട്. അങ്ങനെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുടെ മുന്നിലേക്കാണ് ഒരു പ്രകമ്പനം വരുന്നത്. പ്രകമ്പനമാണെന്നൊക്കെ തിരിച്ചറിയുന്നത് പിന്നീട് ഏറെ വൈകിയാണ്. അതുവരെ ആളുകൾ ഭയപ്പാടില്ലായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ദയവേത് ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സംസാരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ TV മ്യൂട്ട് ചെയ്ത ശേഷം ഫോണിലൂടെ മാത്രം സംസാരിക്കുക. ഹലോ, കേൾക്കാം. എപ്പോഴാണ് വിളിച്ചാൽ കിട്ടുന്നത് ആ സമയത്ത് തന്നെ TVയുടെ റിമോട്ട് കൈവെക്കുക, മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്ത ശേഷം വേണം സംസാരിക്കാൻ. പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. നമുക്കിപ്പോഴേ ഈ എത്ര കോടി രൂപയാണ് ഒരു വർഷം നമുക്ക് ഈ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയും പ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വകുപ്പ് തന്നെയുണ്ട്. അതൊക്കെ ആകെ തലകീഴായി മറിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ വയനാട്ടിലെ സംഭവം തന്നെ ഇത്രയും ഭീകരതയുണ്ടായിട്ട് പ്രവചിക്കാൻ ആർക്കെങ്കിലും സാധിച്ചില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം മുടക്കി ഇങ്ങനെ ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കണമെന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? ശരി, താങ്കൾ പറയുന്നതിൽ കുറെ കൂടി സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് ഇത്തരം ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി നമ്മളെ അറിയിക്കാനും അതിന്റെ മുൻകരുതലുകൾ എടുപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനത്തിൽ എവിടെയൊക്കെയോ ചെറിയ പാളിച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അത് എന്തായാലും ഇനി വരുന്ന കാലത്തെങ്കിലും അത് പരിശോധിച്ച് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ശ്രീ സുധാകരനാണ് ചാത്തന്നൂരിൽ നിന്നും. ക്ഷമിക്കണം, ശ്രീ സുധാകരൻ തന്നെയല്ലേ? കണ്ണനാണ് കടക്കൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് പറയാം. ഇത്രയും വലിയൊരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സർക്കാർ നടപടി എടുക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ നടപടി എടുക്കാവുന്നതാണ്. ഇതേപോലെയുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇത് എടുക്കാമെന്നുള്ള ഒരു രീതിയാണല്ലോ. ഇപ്പം ചന്ദ്രന് പോലെ ആളുകളെ വിടുന്ന കാലമാണ്. അപ്പോഴാണ് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ഇത് വന്നിട്ട് വലിയ ദുരന്തത്തിലേക്ക് മാറുന്നത്.
അത് ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കോതമംഗലത്ത് നിന്ന് ശ്രീ സജി കൂടി ചേരുന്നുണ്ട്. സജി, താങ്കളടക്കം ഇന്ന് രാവിലെ എല്ലാവരും ഭീതിയുടെ ഒരു മുൾമുനയിലായിരുന്നു. പിന്നീടാണ് ആശ്വാസ വാർത്ത എത്തിയത്, അത് ഭൂചലനമല്ല എന്നുള്ളൊരു വാർത്ത എത്തിയത്. ആ ജനതയെ സംബന്ധിച്ച് പക്ഷേ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രത്തോളം വലിയ ഭീതിയിലായിരിക്കും അവർ നിന്നതെന്ന് കൂടി ഓർക്കണം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇപ്പൊ അവിടെ അനുഭവിച്ചിരുന്ന ആൾക്കാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവും. ഹലോ, പറഞ്ഞോളൂ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കണ്ട സഹായം, നമ്മളിപ്പോ കിലോമീറ്റർ ഇപ്പറയാണ്, നമ്മൾ കോതമംഗലം സ്ഥലം, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കോതമംഗലത്താണ് ഞാൻ. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്ന കേസിൽ നമ്മളിവിടുന്ന് മാക്സിമം എന്ത് കളക്ഷൻ ചെയ്താണ് നമ്മളിവിടുന്ന് പൈസ അയക്കുന്നുണ്ട്, അത് അവർക്കെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, മുഖ്യമന്ത്രിയോട് പറഞ്ഞ് എല്ലാം സോൾവ് ആക്കുക. നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ശരി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ താങ്കളെ പോലെയുള്ള സജിയെ പോലെയുള്ള മനുഷ്യർ മറ്റുള്ളവർക്കും അത് പ്രചോദനമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്തരം ഘട്ടത്തിൽ ചെയ്യുക എന്നുള്ളത് ഒരു മാനുഷികമായ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് ആരെങ്കിലും സഹായിക്കലോ നമ്മുടെ ഉദാരതയൊന്നുമല്ല, നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ശ്രീ റഫീഖ് മൗലവിയാണ് വയനാട് നിന്നും. വയനാട് എവിടെയാണ് ശ്രീ റഫീഖ് മൗലവി? ശ്രീ റഫീഖ് കേൾക്കാമോ? പടിഞ്ഞാറ കല്ലടയിൽ നിന്നും ശ്രീ മനോജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മനോജ്, താങ്കൾക്ക് പറയാം. നമ്മളിപ്പം ഒരുപാട് പ്രളയങ്ങളുണ്ടായി. അതൊക്കെ വന്നിട്ട് ഈ ആറുകളിലൊക്കെ ചെളിയും മണ്ണും ഒക്കെ നടന്ന് കിടക്കുക. അതുപോലും വൃത്തിയാക്കിയിട്ടുണ്ട് ഇതുവരെ. താങ്കളെ പടിഞ്ഞാറ കല്ലടയാകുമ്പോൾ താങ്കൾ കല്ലടയാറിന്റെ തീരത്തല്ലേ? അതെ, കല്ലടയാറിന്റെ തീരത്താ. അവിടെ ഒരുപാട് ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞ് കിടപ്പുണ്ട്, പ്രളയം വന്ന് കടന്നിട്ട്. ശരി, അതൊന്നും വൃത്തിയാക്കിയിട്ട് പോലുമില്ല, ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല. ഒരു അപകടം ഉണ്ടായിരിക്കാനാണ് നോക്കണ്ടത്. ഉണ്ടായിട്ട് നമ്മൾ കടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ജാഗ്രത വരുന്നത്. അപകടം കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ ഈ ജാഗ്രതയൊക്കെ പോകും. അത് പോരാ. നമ്മൾ ഇനി ഉണ്ടാതിരിക്കാനുള്ള ശ്രമം നടത്തണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ മനോജ് പറയുന്നത്. അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല, അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന് പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സെബാസ്റ്റ്യനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം സെബാസ്റ്റ്യൻ, പറഞ്ഞോളൂ. നമസ്കാരം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു അപകടമാണ് അവിടെ ഉണ്ടായത്, ഉരുൾപൊട്ടല്. അതിന്റെ മുഖ്യ കാരണം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതായത് കോറികളുടെ ലൈസൻസ്, മണ്ണെടുപ്പ്, എന്തോരം കോറികളുണ്ട്. കോറികൾക്ക് ആവശ്യമില്ലാതെ ലൈസൻസ് കൊടുത്തു. ജിയോളജി കഴിഞ്ഞ ദിവസം ഒരു ജിയോളജിക്കൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു മെസ്സേജ് ഇടുന്നത് കണ്ടു. അത് തന്നെ ഇങ്ങനെ പൊട്ടി വരുന്നതാണെന്ന്. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ലേ. വളരെ ദൗർഭാഗ്യകരം. 500 പേര് മരിച്ചു കഴിഞ്ഞിട്ട് ഇവരിപ്പോ പിരിവെടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ, അതൊന്നും ശരിയല്ല. കൃത്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ശരി, എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ശ്രീ സെബാസ്റ്റ്യൻ. എറണാകുളത്ത് നിന്നും ആഷ്മി കൂടി ചേരുന്നുണ്ട്. ശ്രീ ആഷ്മി, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം വലിയൊരു ദുരന്തം നേരിട്ട ഒരു നാടാണ് വയനാട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇന്നിപ്പോ ഇതുപോലൊരു വാർത്ത കൂടെ വരുന്നത്. ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ, അവര് ഇത്ര വലിയൊരു ആഘാതം നേരിട്ടതിന് ശേഷം പുറമെ ഇങ്ങനെ ഒരു വാർത്ത കൂടെ വരുമ്പോൾ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അതുകൂടെ നമ്മൾ മനസ്സിലാക്കി ഗവൺമെന്റ് അവരുടെ ഒരു മെന്റൽ വെൽനെസ്സിനും കൂടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. സർക്കാർ ഇപ്പോൾ ആ തരത്തിലേക്കുള്ള കൗൺസിലർമാരെയൊക്കെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. പലർക്കും കൗൺസിലിംഗ് ഒക്കെ നൽകുന്നുണ്ട്. അത് തുടർച്ചയായുള്ള കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരും പലപ്പോഴും. അല്ലെങ്കിൽ മനുഷ്യനാണ്, സാധാരണ മനുഷ്യർക്കെല്ലാം മാനസികമായി പലതരത്തിൽ അത് അവരുടെ തൊഴിലിനെയും അവരുടെ ഭാവിയെയും ഒക്കെ ബാധിക്കും ഈ മാനസിക ആഘാതം. നമുക്ക് ശ്രീ ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ വലിയൊരു ആഘാതം, അതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് അവരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ന് വന്നു. മറ്റൊരു കാര്യം അതിനകത്ത് മനസ്സിലാക്കേണ്ട, സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ളൊരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു. അതായത്
ഇടിവെട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾ അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്താണ് വാർത്തകൾ. അത് വളരെ ഒരു ഉൾക്കൊള്ളുന്ന തരത്തിലാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ചെയ്തതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തകളായിട്ട് അത് അവിടെയുള്ള ജനങ്ങളെ കൂടുതൽ ഭീതിയുടെ അന്തരീക്ഷത്തിൽ പലപ്പോഴും ഈ ദുരന്ത സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ എഴുതിയിടുന്ന അയാളുടെ ഭാവനയിൽ നിന്ന് വരുന്ന ചില കള്ളങ്ങളായിരിക്കും. പക്ഷേ മറ്റുള്ളവർ അതൊന്നും അറിയാതെ ഇത് സത്യമായിരിക്കുമെന്ന് കരുതി അവർ പ്രചരിപ്പിക്കും. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ എന്ന് കരുതി മറ്റുള്ളവരുമൊക്കെ അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഏത് മനുഷ്യരായാലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇത്തരം വിവരങ്ങൾ അത് ആധികാരികമായ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പരമാവധി അത് നമ്മളുടെ സ്വന്തം നിലയിൽ ഉറപ്പാക്കിയ ശേഷമെങ്കിലും പ്രചരിപ്പിക്കാൻ അല്ലാതെ പ്രചരിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതങ്ങനെ അയക്കുന്നെങ്കിൽ തന്നെ ഇത് കിട്ടിയതാണ് എനിക്കിതിൽ സ്ഥിരീകരണമില്ല എന്നുള്ള ഒരു വരിയെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കാനെങ്കിലും തയ്യാറാവണം. അല്ലെങ്കിൽ പലപ്പോഴും അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന മാനസികമായ വ്യഥ അവരെ തള്ളിവിടുന്ന മാനസിക ആഘാതമൊക്കെ വളരെ വലുതായിരിക്കും. അത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് തന്നെയാണ്. ശ്രീ ജലജയാണ് കവിയൂരിൽ നിന്നും. ശ്രീ ജലജ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, നമ്മളിപ്പോ ഇങ്ങനൊരു ഇതുണ്ടായി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആൾക്കാരെ നമ്മൾ മാറ്റുക എന്നുള്ളത് അത് അത്യാവശ്യം നമുക്ക്. കാരണം വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ ശബ്ദം കേട്ടപ്പോഴത്തേന് അവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ മാറ്റണം. എപ്പോഴാ ഏത് സമയത്താ അത്രയും പേരെയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുമോ? ഇതിപ്പം ഈ ഇന്നിപ്പോൾ പ്രകമ്പനം ഉണ്ടായതൊക്കെ വിശാലമായ ഒരുപാട് സ്ഥലങ്ങളിലാണ്, ജനവാസ മേഖലകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അവരെല്ലാം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ചില പ്രായോഗിക പ്രയാസങ്ങൾ കൂടി ഇല്ലേ അതിൽ? ഉണ്ട് സാറേ. എന്നാലും കൂടുതലും ഇതൊക്കെ രാവിലെ സമയങ്ങളിലൊക്കെ അല്ലേ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഇവരുടെ എല്ലാം ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാ നമുക്ക്? ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും പത്മിനിയാണ്. ശ്രീ പത്മിനി, താങ്കളും ഈ വാർത്തയൊക്കെ രാവിലെ മുതൽ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഈ വാർത്ത രാവിലെ മുതൽ കാണുന്നുണ്ട്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇത് ആവർത്തിക്കാൻ പോകുന്നോ എന്നുള്ള ഒരു ഉൾഭയം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് മുഴുവനും ഉണ്ട്. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഈ വിധത്തില് അന്വേഷണവും പിന്നെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കോതമംഗലം അപ്പുറത്ത് നേര്യമംഗലം എന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു വില്ലാഞ്ചിറ വളവുണ്ട്. മിക്കവാറും മണ്ണിടിയുന്നു. ഒരു പട്ടണം മുഴുവനും അവിടെ നിന്ന് പോകാനായിട്ട് ഉള്ള രീതിയിൽ. അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഈ 4 ജില്ലകളും നശിച്ചു പോകും. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ മുല്ലപ്പെരിയാർ. ഇതൊന്നും ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ ജിയോളജിക്കൽ വിഭാഗമോ അതുപോലെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഈ 1.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തില് അധികാരികൾ കൃത്യമായി കേൾക്കേണ്ട വാക്കുകളാണ് ശ്രീ പത്മിനിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് കേട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നടപടികൾ കൂടി സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ കൂടിയാണ് വരുന്നത്. ശ്രീ വയനാട് നിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, വയനാട് എവിടെയാണ്? വയനാട് കൽപ്പറ്റ തന്നെയാണ് സാർ. കൽപ്പറ്റയാണ്. ഓക്കെ, താങ്കളുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ഇന്ന് രാവിലെ ഈ പ്രകമ്പനം ഉണ്ടായോ? ഞങ്ങളെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു. താങ്കൾക്ക് അനുഭവപ്പെട്ടോ അതോ പറഞ്ഞു കേട്ട അറിവാണോ? ഇവിടെ അനുഭവപ്പെട്ടു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം എന്ന് പറയാമോ? നമ്മളെ ഈ മഴയില്ലാത്ത സമയത്ത് ഒരു ഇടി വെട്ടുന്ന മാതിരി ഒരു സൗണ്ട് ആയിരുന്നു. ഓക്കെ, അത് എവിടുന്നാ? ഭൂമിക്കടിയിൽ നിന്നാണോ തോന്നിയത്? ഭൂമിക്കടിയിൽ നിന്നായിരുന്നു. അല്ല, വല്ല വീട് കുലുങ്ങുകയോ നിന്ന സ്ഥലം കുലുങ്ങുകയോ അല്ലെങ്കിൽ ചെറിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും അത് പ്രകമ്പനം മാത്രമായിരുന്നു, ഭൂചലനമൊന്നും ആയിരുന്നില്ല എന്നത് കൃത്യമായി തന്നെ ഇപ്പോൾ. അതെ സാറേ, ഞാനിപ്പോ വിളിക്കാൻ കാരണം ഒരു വയനാട് ജില്ലയിലെ ഒരു അംശം ദേശത്താണ് ഇപ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. മറ്റേ ഉരുൾപൊട്ടലും കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഹലോ, പറഞ്ഞോളൂ. ആ സമയത്ത് ആ ഒരു ജില്ലയുടെ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ ഇതിന് പിരിവെടുക്കുകയും കാര്യങ്ങളും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2-3 ജില്ലയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു സർക്കാർ പിടിച്ചു നിൽക്കും സാർ? സർക്കാർ ഇതിനായിട്ട് കുറെ ഫണ്ടുകൾ മാറ്റി വെക്കണ്ടേ? സുഹൃത്തുക്കളും കാര്യങ്ങളും മാറ്റി. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായതില്ല. പ്രകമ്പനമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പറയുന്നത് അങ്ങനെ അപകടകാരിയല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ശാസ്ത്രലോകത്തു നിന്നൊക്കെ വരുന്നത്. സാധാരണ ഇതിൽ അത്തരം പ്രകമ്പനങ്ങൾ ഈ ഭൂചലനത്തിനും ഉരുൾപൊട്ടലിനും ഒക്കെ ശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീ എഡ്വിനാണ് കൽപ്പറ്റയിൽ നിന്നും. ശ്രീ എഡ്വിൻ, കൽപ്പറ്റയിൽ താങ്കൾക്ക് ഈ രാവിലത്തെ പ്രകമ്പനത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, നമ്മളിലുള്ള പിന്നെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ.
വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒന്നാമത് നമുക്ക് ഇവിടെ ഇപ്പോ പിന്നെ ചൂരൽമലയിലും പിന്നെ പുത്തുമലയിൽ കഴിഞ്ഞു, അതിനുശേഷം ഇപ്പൊ ചൂരൽമലയിലും പുഞ്ചിരി മട്ടത്തും ഇതൊക്കെ സംഭവിച്ചേക്കാണ്. അപ്പൊ ജനങ്ങളെ ഭീതി വരുത്താണ്ടിരിക്കാൻ ഇത് വലിയൊരു പ്രശ്നമാണെന്ന് കരുതിയിട്ട് ജനങ്ങളെ ഭീതി വരുത്തരുത്. അപ്പൊ അത് നമ്മൾ വയനാട്ടിലെ ജനങ്ങൾ ആകെ പിന്നെ കഷ്ടത്തിലാവും. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തിയത്. പക്ഷെ നമുക്ക് വിവരം അറിയിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആളുകൾ അത് അറിയേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും ഈ ഉരുൾപൊട്ടലൊക്കെ എല്ലാ വിവരങ്ങളും നാട്ടുകാരെല്ലാവരും പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങളിലൂടെയാണ്. പിന്നീടാണ് അതിന്റെ കൃത്യമായ സ്ഥിരീകരണം വന്നത്, അത് ഭൂചലനമല്ല എന്നുള്ളത് വന്നത്. എന്തായാലും നസീം കൂടി ചേരുന്നുണ്ടോ കൊല്ലത്തു നിന്നും? ശ്രീ നസീം, താരതമ്യേന കൊല്ലത്ത് എവിടെയാണ് താങ്കൾ? ഞാൻ കൊല്ലം അയത്തിൽ നിന്നാണ്. അയത്തിൽ നിന്നാണ്. അപ്പൊ താരതമ്യേന ഇത്തരം അപകടങ്ങളൊന്നും അല്ലെങ്കിൽ ഭൂചലനമൊന്നും അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലൊന്നും സാധ്യതയുള്ള ഒരു പ്രദേശമല്ല താങ്കൾ. എന്നാലും താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇതേ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം വയനാട് ഇപ്പം ഞാൻ TV കണ്ടുവന്ന വാർത്തയ്ക്കകത്തൊക്കെ വാർത്തയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഭൂചലനം, ഒരു ഭയങ്കരമായ ഒരു ഭീകരമായ ശബ്ദം കേൾക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ നമ്മള് TV-യിലൊക്കെ നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രകമ്പനം ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ആൾക്കാർ അവിടെ ഭീതിയിലാണ്. അപ്പോൾ സർക്കാരിനോട് എനിക്ക് ബോധിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആളുകൾ ഇപ്പൊ രാത്രി ആവുന്നു. ഇപ്പം നമ്മൾ വയനാട് ഇപ്പൊ സംഭവിച്ച ഭയങ്കര ആഘാതമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി 1 മണി കഴിഞ്ഞതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പൊ ഇത്തരം സംഭവങ്ങള് നമ്മള് ഇപ്പൊ നടന്നു ഇപ്പം ഈ അതിഭീകരമായ ഒരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ വാർത്തയിലൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ രാത്രി വരെ അവിടുന്ന് മാറ്റി പാർപ്പിച്ച് അവരെ ആ ഭീതിയിൽ നിന്നും മാറ്റണമെന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം നടന്ന വയനാടെന്ന സംഭവം അത് ദേശീയ ദുരന്തമായിട്ട് പിന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു നടപടിയും കൂടെ സ്വീകരിക്കണം. അത് നമ്മളല്ല പ്രഖ്യാപിക്കേണ്ടത്, സർക്കാരാണ്. നമ്മളും അത്തരം കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയും ചൂണ്ടിക്കാണിച്ചിരുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. സാറേ, ഈ പ്രകമ്പനവും ഭൂചലനവും രണ്ടും വ്യത്യാസമുണ്ടോ? ഉണ്ട്. പ്രകമ്പനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശബ്ദം ആണ്. ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന പാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളൊക്കെ വരെ ഉണ്ടാകുന്ന ശബ്ദം ആണ്. അതുകൊണ്ട് അങ്ങനെ അപകടം ഒന്നും ഉണ്ടാവില്ല. ഭൂചലനം അങ്ങനെയല്ല. അതിന്റെ തീവ്രത അനുസരിച്ച് ഏത് തരത്തിലും വലിയ അപകടത്തിലേക്ക് ചെറിയ അപകടം. അതാണ് ചോദിച്ചത്. ഞാൻ ഓർത്ത് ഈ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഒന്നി താഴെയുള്ള ഭൂചലനം ആയിരിക്കാനാണ്. തുടക്ക സമയത്ത് അങ്ങനെ എന്താണെന്ന് അറിയുന്നത്. തുടക്ക സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ആളുകളൊക്കെ ചിലർ പറയുന്നു അവിടെ ഭൂമി കുലുക്കം പോലെ ചില കുലുക്കമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അത് ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് തോന്നിയതാവാം, ചിലപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടായി കാണാം. പക്ഷെ എന്തായാലും ഒരു അപകടകാരിയായ അല്ലെങ്കിൽ സ്കെയിലിൽ രേഖപ്പെടുത്തേണ്ട ഒന്നല്ല. സാറേ പറഞ്ഞോളൂ. ഇത് പറയാൻ കാരണം ഇടുക്കി പൈനാവില് 80 മുതൽ 90 വരെ പല ഭൂചലനങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഭൂചലനം അത് 2 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ രീതിയിലല്ല പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക്. ഈ കുലുക്കവും പൊട്ടലും ബഹളവും ഒക്കെ ഉണ്ട്. ആളുകൾ നിലത്ത് മറിയുകയും മുകളിലെ സീറ്റിൽ ചാക്ക അടുക്കി മണ്ണ് താഴെ പോവുകയും അങ്ങനെ ആകെ ഒരു ഇതാണ് ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ പാടില്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ 80 മുതൽ 90 വരെ അവിടെ ശരിക്കും കുഞ്ഞുങ്ങളെ നമ്മളെ ജോലി. അതെ. ഈ കുഞ്ഞുങ്ങളെ നമ്മള് കുളിപ്പിച്ച് കട്ടിലിൽ നിർത്തുമ്പോഴത്തേക്ക് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഈ ഡാമിന്റെ തൊട്ടടുത്താണ് പൈനാവും വാഴത്തോപ്പും. ഡാമിന്റെ തൊട്ടടുത്താണ് ഒരു അര കിലോമീറ്റർ വ്യത്യാസമുള്ള ഈ ക്വാർട്ടേഴ്സുകൾ. അപ്പൊ അവിടെ ഈ കുഞ്ഞുങ്ങളെ കൊച്ചൊതുപ്പി ചള്ളം കൊണ്ട് കുഞ്ഞുങ്ങൾ മറിഞ്ഞ് താഴെ വീഴുകയും പ്ലേറ്റ് പറയുകയും പാത്രം പറയുകയും അലമാര മറിഞ്ഞു വീഴുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ 80 മുതൽ 90 വരെ അവിടെ ഉണ്ട്. പക്ഷെ അത് റിച്ചർ സ്കെയിലിൽ 2 താഴെയൊക്കെയാണ് കണ്ടത്. ആ പറത്തിൽ കേട്ടപ്പോ ഇതൊരു 0.5 1 താഴെ ഉള്ളതുപോലെയാണ് സംസാരം കേട്ടപ്പോഴേക്കും ഞങ്ങൾ എന്തായാലും അങ്ങനെയല്ല എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ വയനാട്ടിലെ ജനതയെ സംബന്ധിച്ച് വലിയൊരു ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുന്നവർക്ക് ചെറിയ ഈ പ്രകമ്പനങ്ങൾ പോലും അവരൊക്കെ സഹിക്കാൻ കഴിയുന്നതല്ല. അതിന് നമ്മൾ അവരെ കുറ്റം പറയാൻ ഇങ്ങനൊരു കാര്യമില്ല. അവർ ഒരു ഭീതിയുടെ വക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ഇതുപോലും നമ്മുടെ മനസ്സിലേക്ക് വലിയ ഒരു ഭീതി തള്ളിവിടും. അത് സ്വാഭാവികം തന്നെയാണ്. ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് പറയാം. ഞാൻ അവിടെ 10-12 വർഷം മുമ്പേ വയനാട്ടിലുള്ളപ്പോൾ ഇതുമാതിരി ഇത്രയും ശബ്ദം കേട്ടാൽ പെട്ടെന്ന് പേടിക്കില്ല. കാരണം ഈ ഇടിമുഴക്കത്തിനൊക്കെ എക്കോ അടിക്കും ഇവിടെ പല സ്ഥലത്തും നിന്നുകൊണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം താങ്കൾക്ക് ഇറിലവന്റ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ വളരെ റിലവന്റ് ആണ് അതവിടെ. ഇതുപോലെ നമ്മുടെ താമരശ്ശേരി ചുരം കോഴിക്കോട് നിന്ന് കയറുന്നത് അത് ഔട്ട് ഓഫ് ഡേറ്റ് ഏതാണ്ട് കാലാവധി കഴിഞ്ഞ ഒരു പാലം എന്ന് പറഞ്ഞു കൂട്ട് നമുക്കൊരു ബദൽപാത കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനവിടെ ആ നഞ്ചൻകൂർ റെയിൽപാത വന്നേ പറ്റൂ. ഇനിയിപ്പം പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട്. പ്രധാനമന്ത്രിയോട് ഇതൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? അവിടെ ഒരു MP ഉണ്ടോ? അവിടെ ആളുകളുണ്ടോ? ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ ഒരു സംഭവം കണ്ടിരുന്നു. കൊയിലേരി, താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയാം, മാനന്തവാടി ഇപ്പുറത്തുള്ളതാണ്.
കൊയിലേരി ഒരു വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലമാണ്. ഏറ്റവും അത്യാവശ്യം ഇപ്പൊ അതാണോ? അത്ര വയനാട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരു സ്വകാര്യ വിമാനമുള്ള പണക്കാരാണ് മുണ്ടക്കയിലും ഇവിടെ കൊയിലേരിയിലും പുൽപ്പള്ളിയിലും ഒക്കെ താമസിക്കുന്നത്. എറണാകുളത്തു നിന്നോ തലശ്ശേരിയിൽ നിന്നോ കണ്ണൂരിൽ നിന്നൊക്കെ വിമാനത്തിൽ ചെല്ലാം, വിമാനത്തിൽ ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് കോഴിക്കോട് നിന്ന് ശ്രീ സുമേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സുമേഷ് അല്ല, ക്ഷമിക്കണം, സുരേഷാണ്. ശ്രീ സുരേഷ്, താങ്കൾക്കറിയാം ഈ വയനാട്ടിലെ ജനത എത്രത്തോളം ഭീതിയിലാണ് നിൽക്കുന്നതെന്ന്. നേരവേ അവർ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല, അത്രത്തോളം വലിയ നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഒരു പ്രകമ്പനം വരുന്നത്. തുടക്കഘട്ടത്തിൽ അത് പ്രകമ്പനമാണോ, ഇനി വീണ്ടും ഉരുൾപൊട്ടാനുള്ള മുന്നോടിയാണോ എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് കുറച്ച് മുക്കം, കൂടരഞ്ഞി, പിന്നെ മലപ്പുറം ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ വൻതോതിൽ കോറിയും കുന്നിടിക്കലും അതേപോലെ റിസോർട്ട് നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുമതിയും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ ഒരു തുരങ്കപാത വരുന്നുണ്ട് കള്ളാടി ആ പ്രദേശം. അതൊക്കെ ഈ ഭൂമിയെ തകർക്കുന്നതിനെ കൊണ്ട് അതിനുള്ള വലിയ പ്രകമ്പനങ്ങൾ ഈ ഭൂമിക്ക് ഉണ്ടാവും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. ഗുരുവായൂരിൽ നിന്നും ശ്രീ നാരായണൻ കൂടി ചേർന്നുണ്ട്. ശ്രീ നാരായണൻ, താങ്കൾക്ക് വേഗത്തിൽ പറയാം. എനിക്ക് പറയാനുള്ളത് സാർ, ഇവിടെ ഈ കോറികൾ ഉള്ള ലൈസൻസ് കംപ്ലീറ്റ് കട്ടാക്കണം. അതായത് ഈ കോറികൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഭൂമി കുലുങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ അതേപോലെ പട്ടാമ്പിയില് ഭയങ്കര വെള്ളപ്പൊക്കം, ഈ പാലം അതൊന്ന് ഉയർത്തി പണിയണം. അത് ഉയർത്തി പണിതില്ലെങ്കിൽ മണലെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകരും സമാനമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. വയനാട്ടിൽ ഒന്നാമത് ഭീതിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ചെറിയ ഇത്തരം വിഷയങ്ങൾ പോലും സഹിക്കാൻ കഴിയത്തില്ല. അതിനപ്പുറത്തേക്കാണ് അവരെ പുനരധിവസിക്കുന്നത് സംബന്ധിച്ച്, അവർക്ക് അവരെ മാനസിക ആരോഗ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് സംബന്ധിച്ചൊക്കെ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റു വിഷയവുമായി ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി.